ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളൊരു യാത്രയിലാണ് പാലക്കാട്. ഞാൻ ജനിച്ചു വളർന്നത് പാലക്കാടാണ് കേട്ടോ. പാലക്കാട് മലമ്പുഴ റൂട്ടിൽ ശബരി ആശ്രമം, അകത്തേത്തറ ശബരി ആശ്രമം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ. അവിടെയാണ് ഞാൻ ജനിച്ചത്. എൻ്റെ അച്ഛൻ്റെ വീട് അവിടെയാണ്. അമ്മയുടെ വീടാണ് കഞ്ചിക്കോട്. അപ്പോൾ ഞങ്ങൾ ഈ 2026 വലിയ നല്ല സുഖമുള്ള ഒരു വർഷമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പറന്ന് തന്നെ 2 മരണമാണ് ഞങ്ങൾക്ക് സമ്മാനിച്ചത്. ആരൊക്കെയെന്ന് വെച്ചാൽ, ഒന്ന് ഭർത്താവിൻ്റെ മേമയുടെ ഭർത്താവും എൻ്റെ ഭർത്താവിൻ്റെ മേമയുടെ ഭർത്താവും എൻ്റെ അച്ഛൻ്റെ സ്വന്തം അനിയനും. അങ്ങനെ 2 മരണങ്ങളാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ മരിപ്പൊക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് എത്തിപ്പെടാനൊന്നും പറ്റില്ല. രാവിലെ നേരത്തെയൊക്കെ വരണം. അപ്പോൾ കുട്ടികൾ ഒക്കെ ഹാപ്പിയാണ്. ഇളയച്ചിയും 2 മക്കളും ഞാനും എൻ്റെ 2 മക്കളും കൂടിയിട്ടാണ് വന്നത്. അപ്പോൾ സദ്യക്ക് പോകണം. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ നേരത്തെ പോയി. അപ്പം ഞങ്ങൾ കുട്ടികൾക്ക് സ്കൂളുള്ള കാരണം ശനിയാഴ്ച ഉച്ചയ്ക്ക് ഞങ്ങൾ പോയി. അപ്പോൾ അവർ ട്രെയിനിൽ തിരക്കില്ല എന്ന് പറഞ്ഞപ്പോൾ 2 പേരും ഭയങ്കര കളിയിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെന്താ വെച്ചാൽ, അങ്ങനെ ആ 2 മരണത്തിനെ സംബന്ധിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാടാണ് ആ നാട്. കാരണം എൻ്റെ ചെറിയ കുട്ടിക്കാലം അല്ലെങ്കിൽ ആ നാട്ടിലേക്കാണ് ഞാൻ ആ കുട്ടിക്കാലം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ റെയിലിൻ്റെ അവിടുത്തെ കാറ്റും അതുപോലെ തന്നെ ഞങ്ങൾ നല്ല ഹാപ്പിയായിരുന്നു. ചെറുപ്പക്കാലം തന്നെയാണ് ഏറ്റവും നല്ലൊരു കാലമെന്ന് ഞാനിപ്പോൾ വിശ്വസിക്കുന്നു. കാരണം ഇനിയിപ്പോൾ ഒരിക്കലും ആ കാലങ്ങളൊന്നും നമുക്ക് തിരിച്ചു കിട്ടില്ല. ഒന്നാമത്തെ വിഷമം എൻ്റെ അച്ഛൻ്റെ അനിയൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്കൊരിക്കലും അത് മറക്കാൻ പറ്റില്ല. അവരുടെ മരണം കാരണം ഞങ്ങൾ ലവ് മാരേജ് ആയ കാരണം എന്നെ വീട്ടിൽ കയറ്റില്ല. അപ്പോൾ നീണ്ട 22 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലേക്ക് കയറിയത്. ആ മരണം കണ്ടു. എന്താ വെച്ചാൽ എൻ്റെ അച്ഛനെ പോലെ എന്നെ സ്നേഹിച്ചൊരു വ്യക്തിയാണ് എൻ്റെ ചെറിയച്ഛൻ. അത് വല്ലാത്തൊരു ഫീലാണ് എനിക്ക്. ഞാൻ ഇറങ്ങിയ ശേഷം ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ലവ് മാരേജാണ്. കുറേ ചോദിച്ചു, പക്ഷെ അവരൊന്നും തരാത്ത കാരണം ഞാൻ ഇറങ്ങിപ്പോയതാണ്. അങ്ങനെ ഇപ്പം ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല, ജീവിച്ചു പോകണം. പക്ഷെ എങ്കിലും എനിക്കെൻ്റെ കുട്ടിക്കാലം ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. അത് ഞാൻ ഈ റെയിലിലൊക്കെ കളിച്ചതും വളർന്നതും ഒന്നും മറക്കാൻ പറ്റാത്തൊരു ഇതാണ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ. എല്ലാവർക്കും എൻ്റെ നന്ദി. എല്ലാവർക്കും എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും എൻ്റെ നന്ദി. ഓക്കെ.